ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫോർസ ഹൊറൈസൺ 5 ആണ് കളിക്കാൻ പോകണട്ടാ. ഇന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയില്ലേ, ഇത് പോർഷയുടെ ഒരു കാറാ. പോർഷെ 911 GT2 RS. ഇത് പിന്നെ 2018 മോഡൽ കാറാ. സംഭവം നൈസ് കാർ തന്നെയാ. കഴിഞ്ഞ വീഡിയോയിലേ ഞാൻ വീൽ സ്പിൻ കറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഈ കാറ് കിട്ടിയേ. ഇത് പിന്നെ സ്റ്റോക്ക് കാറാ, ഞാൻ ഇതുവരെയ്ക്കും മോഡിഫൈ ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. സ്റ്റോക്ക് കാറായാലും ഈ വണ്ടിയില്ലേ അത് അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. ഒരു 300 കിലോമീറ്റർ സ്പീഡിൽ പോവും. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു റേസിൽ കയറാം. ഇവിടെ ഒരു റേസൊക്കെ ഉണ്ട്. ആ റേസിൽ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ വല്ല റേസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഞാൻ പിന്നെ ജംപ് ടെസ്റ്റ് ഒന്നും ചെയ്യണില്ല കേട്ടാ. ജംപ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഈ വണ്ടി പാസ്സാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് സ്റ്റോക്ക് വണ്ടിയാ. ഇത് മോഡിഫൈ ചെയ്താലും ചിലപ്പോൾ ജംപ് ടെസ്റ്റിൽ പാസ്സാവില്ല. ഒരു മിനിറ്റ്, ഇവിടെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. ഇത് പക്ഷേ ഡയറക്റ്റ് റേസിങ്ങാ. എൻ്റെ കയ്യിലുള്ളത് ഒരു സൂപ്പർ കാറാ. സൂപ്പർ കാർ വെച്ചിട്ട് ഡയറക്റ്റ് റേസിങ്ങിൽ കയറണ. കയറാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ കൂടെ വേറെ ഒരു പോർഷ ഉണ്ട് കേട്ടാ, ഒരു ബ്ലാക്ക് കളറിൽ. ഇതെന്തത് വാനാ? വാനും കൊണ്ട് റേസിൽ വന്നേക്കണ്. എന്തെങ്കിലും ആവട്ടെ, ഇവന്മാരൊക്കെ നല്ല സ്പീഡിൽ പോകണ്ടല്ലോ. നമുക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്യണം. ഇതെന്തത് വണ്ടി നല്ലോണം സ്ലിപ്പാവും കേട്ടാ. ഞാൻ പിന്നെ ഈ വണ്ടിയുടെ ടയറൊന്നും മാറ്റിയില്ല. ഇത് മറ്റേ റേസിലുള്ള ടയറാ. ഓഫ് റോഡിനായിട്ട് ഒരു സെപ്പറേറ്റ് ടയർ ഉണ്ടാവും. റേസ് ടയർ വെച്ചിട്ടാണ് ഓഫ് റോഡ് പോണത്. വണ്ടി എന്തായാലും സ്ലിപ്പാവും. ഇത് കണ്ടില്ലേ, ഞാനിവിടെ 12ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. ബാക്കി എല്ലാവരും കയറിപ്പോയി. അവരുടെ വണ്ടികൾക്ക് പിന്നെ നല്ല കൺട്രോൾ ഉണ്ട്. എൻ്റെ വണ്ടിക്ക് തീരെ കൺട്രോളില്ല. ഇവിടെ പിന്നെ റോട്ടിലെത്തിയിട്ടാ. റോട്ടിൽ കുഴപ്പമില്ല, ടാറിട്ട റോട്ടിൽ നല്ല കൺട്രോൾ കിട്ടും. ഓഫ് റോഡിലാണ് കൺട്രോൾ കിട്ടാൻ പാട്. ആക്ച്വലി സൂപ്പർ കാർ വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പാടാണ്. എന്നാലും കുഴപ്പമില്ല. ആ വാനില്ലേ, ആ വാന് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ആ വാനിൻ്റെ ബാക്കിലേ ഒരു സ്പോയിലർ വെച്ചേക്കണ്. എന്നാലും ഇതാരടാ വാനും കൊണ്ട് റേസിൽ വന്നേക്കണ്. പക്ഷെ അയാൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. എനിക്ക് ഇതുവരെയ്ക്കും അയാളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ വണ്ടിയാണെങ്കിൽ സ്റ്റോക്ക് വണ്ടിയാ. ഒരു 3ാമത്തെ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ റേസിൽ ജയിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഫെയിലാവും, അതാ പ്രശ്നം. നമുക്ക് ഈ റേസിൽ ജയിക്കണം. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിയാണെങ്കിൽ നല്ലോണം സ്ലിപ്പാവാ. നേരെ അപ്പുറത്തെ പറമ്പിലാണ് പോണത്. ഞാൻ പിന്നെ 9ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. ഇപ്പോൾ 8ാമത്തെ പൊസിഷനിലായി. എനിക്ക് ആ വാനിനെ ഓവർടേക്ക് ചെയ്യണം കേട്ടാ. എന്താണോ ഇഷ്ടമാവണില്ല. എനിക്ക് വാനിനെ ഓവർടേക്ക് ചെയ്യണം. അത് വീണ്ടും ഓവർടേക്ക് ചെയ്തു. ഈ റേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടാ. ഞാനിവിടെ 4ാമത്തേൽ എത്തി. എൻ്റെ മുമ്പിലുള്ളത് പോർഷയാ. അയാൾ പക്ഷെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഞാൻ പക്ഷെ അവനും ഓവർടേക്ക് ചെയ്തു. സ്ലിപ്പാവല്ലേ. ഇതെന്താ ഈ വണ്ടി സ്ലിപ്പാണ്, എനിക്ക് തീരെ ഇഷ്ടമാവണില്ല. ഞാൻ പിന്നെ 3ാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. 2ാമത്തേൽ എത്തിയിട്ടാ. ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എടാ ഈ വണ്ടി സ്ലിപ്പാണ് കാരണം ഇതേ മറ്റേ ഓവർടേക്ക് ചെയ്ത് പോയി. ഇത് റേസ് കംപ്ലീറ്റ് ആവാറായി. എനിക്കിവിടെ ഫിനിഷ് ലൈൻ കാണാണ്ട്. ഈ റേസിൽ നമ്മൾ സെക്കൻഡ് അടിച്ചേട്ടാ. സെക്കൻഡ് അടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഈ റേസിൽ ജയിച്ചു. എന്നാലും നേരത്തെ കളിച്ച റേസില്ലേ അതൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്കപ്പോൾ വേറെ വല്ല റേസിൽ കയറാം. എന്തായാലും ഒരു റേസിൽ ഫസ്റ്റ് അടിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. നമുക്കപ്പോൾ വേറെ റേസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. പിന്നെ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത റേസിൽ ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു റേസൊക്കെ ഉണ്ട്. ഈ റേസിൽ പിന്നെ ഞാൻ മുന്നേ കയറിയുണ്ട്. നമുക്കപ്പോൾ ഒന്നുകൂടെ കളിക്കാം, സീനൊന്നുമില്ല. ലെറ്റ്സ് ഗോ. 2ാമത്തെ റേസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കണം കേട്ടോ. ഈ റേസിൽ പിന്നെ ഓഫ് റോഡ് വരുന്നില്ല. നേരത്തെ പിന്നെ ഓഫ് റോഡ് വന്നുകൊണ്ടാ നമ്മൾ സെക്കൻഡ് അടിച്ചത്. കാരണം ഓഫ് റോഡിൽ വെച്ചിട്ടേ വണ്ടിക്ക് തീരെ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ടാറിട്ട റോഡാ. ടാറിട്ട റോഡിൽ നല്ല കൺട്രോൾ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇയാളെങ്ങോട്ടേക്ക് കയറിപ്പോണേ?
അത് ശരി, അവനെന്നെ ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ ശരിയാക്കരാ. ഞാൻ പിന്നെ 4ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ റേസ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമുക്കപ്പോൾ എല്ലാവരും ഓവർടേക്ക് ചെയ്യാം. പോട്ടെ പോട്ടെ പോട്ടെ, കയറി പോട്ടെ കയറി പോട്ടെ. ഇതെന്തത്, എൻ്റെ വണ്ടിക്ക് സ്പീഡൊന്നുമില്ലല്ലോ. ആ പച്ച കാറും പോർഷയാണ് കേട്ടോ, എൻ്റെ സെയിം കാറാന്ന് തോന്നുന്നുണ്ട്. ആ വണ്ടി ചിലപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എന്നെ ഓവർടേക്ക് ചെയ്തു. കയറി പോകാൻ സമ്മതിക്കില്ല. ഞാനങ്ങനെ 3ാമത്തേൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് അടിക്കണം ഈ റേസിൽ, എനിക്ക് ഫസ്റ്റ് അടിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇവനിപ്പോൾ ഓവർടേക്ക് ചെയ്യാറായിട്ടാ. ഇത് കോർബറ്റാ തോന്നുന്നുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്തു. മുമ്പിൽ പിന്നെ ഒരു BMW പോകുന്നുണ്ട്, ഇതിനും കൂടി ഓവർടേക്ക് ചെയ്യാം. എൻ്റെ പൊന്നിച്ചേട്ടാ, ഒരു സൈഡ് തായോ, എന്നെ പൊക്കോട്ടെ. സൈഡ് തരാൻ ഇയാളെന്നെ പോവാൻ സമ്മതിക്കണില്ല. ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. വേഗം പോ. അയാളിപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്യും. ഞാനിപ്പോൾ 1ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. ഓക്കെ, എനിക്കവിടെ ഫിനിഷ് ലൈന് കാണാൻ കേട്ടാ. ലെറ്റ്സ് ഗോ. ഈ റേസിൽ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അടിച്ചു. എന്തെങ്കിലും ആവട്ടെ. എനിക്ക് പിന്നെ വീൽ സ്പിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് കിട്ടാ. തീട്ടാം.